കോയമ്പത്തൂരിലേക്ക് ഒന്ന് പോകണം. ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുമ്പോൾ വി എസ് രഞ്ജിത്താണ് നമുക്കൊപ്പം ചേരുക. വി എസ് രഞ്ജിത്ത്, കാലേ വണക്കം അണ്ണ. എന്താണ് കോയമ്പത്തൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ? അണ്ണാമലൈ തന്നെ നേരിട്ട് മത്സരിക്കാൻ ഇറങ്ങുന്നു. ഒരു യുവ തുർക്കിയെ പോലെ അണ്ണാമലൈ BJP അവതരിപ്പിക്കുന്നു. വളരെ ആക്റ്റീവായിട്ടുള്ളൊരു നേതാവാണ് അണ്ണാമലൈ കോയമ്പത്തൂർ പിടിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കോയമ്പത്തൂരിങ് എടുക്കുമോ അണ്ണാമലൈ? എന്താണ് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഒരു പൾസ്? வணக்கம் அண்ணா. இங்கே நான் தமிழ்நாட்டில் கோயம்புத்தூரில் இருக்கு. ഇവിടെ എൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ ഉണ്ട്, പക്ഷെ അവർ സംസാരിക്കുമെന്ന് അറിയില്ല. ഏതായാലും കോയമ്പത്തൂരിൽ BJPയുടെ ഏറ്റവും ക്യാപ്റ്റനായിട്ടുള്ള BJPയുടെ മുഖമായിട്ടുള്ള അണ്ണാമലൈ മത്സരിക്കുന്ന മണ്ഡലമാണ് കോയമ്പത്തൂർ എന്ന് പറയുന്നത്. BJP ഇത്തവണ 23 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. കൂടെ 9ഓളം ചെറിയ കക്ഷികളുണ്ട്. BJP തമിഴ്നാട്ടിലെ വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് അവർ നടത്തിയിട്ടുണ്ട്. ഒരു സവർണ പാർട്ടി, ബ്രാഹ്മണ പാർട്ടി എന്ന പേര് ഒഴിവാക്കി തമിഴ്നാട്ടിൽ സ്വാധീനമുള്ള ചെറിയ സമുദായങ്ങളെ പോലും കൂടെ നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. அண்ணா இங்கே யாராவது பேசுமா சார்? எப்படி இருக்குண்டா இங்கே எலெக்ஷன்? எப்படி எலெக்ஷன் சூப்பர் டைட், நல்ல ஃபைட் தான், ஒன்றும் ப்ராப்ளம் இல்லை. யார் அண்ணாமலை ட்ரெண்ட் பண்ணியிருக்காங்க? ட்ரெண்டுங்கிறது கிடையாது, பட் எவ்ரி ஒன் ஆர் எக்ஸ்பெக்டிங் அ நியூ பர்சன். ஸோ சம்வாட் ஏதாவது புதுசாக செய்யணும். ஸோ மக்களுக்கு நல்லது பண்ணணும், நல்ல விதமாக இருக்கணும். எவ்ரி ஒன் சான்ஸ் இருக்கு இல்லையா அண்ணாமலைக்கு? மக்கள் கையில் தான் இருக்குது மோஸ்ட் ப்ராபப்ளி. அண்ணா எப்படி இருக்குங்க எலெக்ஷன்? டைட் ஃபைட்டா? இங்கே 100% டைட் ஃபைட் தான். BJP இங்கே இடம் இருக்கா? BJP அப்படிங்கிறத விட அண்ணாமலைக்கு ஒரு பெரிய வாய்ஸ் இருக்குன்னு நினைக்கிறோம். அண்ணாமலை வருவீங்க வரணும்னு எல்லாம் எதிர்பார்க்குறாங்க. DMK பொலிட்டிக்ஸ் எப்படி இருக்கு? DMK கம்பேரிட்டிவ்லி லெஸ் தான் வென் கம்பேர் டு ஆப்சன்ட் வரணும். BJP வருமா வராதான்னு தெரியல, பட் they are going to give a tough fight. That is அண்ணாமலை எப்படி இருக்கு? அண்ணாமலை giving tough fight. I would say he is very energetic. He has a lot of passion, but sometimes he also, I feel he is in a hurry, so it will take a lot of time for him to build the party. An expectation to Tamil Nadu? See, expectation this time it will be very tight, I think, and first time we are seeing other than ADMK and DMK there is an emerging party which is giving a tough fight. That is very interesting. അപ്പോൾ ഇത് BJP എന്നതിനേക്കാൾ അപ്പുറത്ത് ഇപ്പോൾ സംസാരിച്ച ആളുകളൊക്കെ പറയുന്നത് BJP എന്നതിനേക്കാൾ അപ്പുറത്ത് അണ്ണാമലൈ ഒരു പുതിയ എനർജി കോയമ്പത്തൂരിന് തമിഴ്നാട്ടിന് കൊടുക്കുന്നുണ്ട്. ഒരു യുവാവ്, 39 വയസ്സ് മാത്രമേ ഉള്ളൂ, ആ യുവാവ് തമിഴ്നാട്ടിന് കൊടുക്കുന്ന എനർജി അത് കോയമ്പത്തൂരിൽ വോട്ടായി മാറുമോ എന്നുള്ളതാണ്. കോയമ്പത്തൂരിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് BJP ഇത്തവണ നടത്തിയ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എടുത്ത് പറയണം. BJP തമിഴ്നാട്ടിലെ ഏറ്റവും ചെറിയ സമുദായമാണ് വാണിയാർ സമുദായം. ഈ വാണിയാർ സമുദായത്തിൻ്റെ ഏറ്റവും കൂടുതൽ പ്രബലമായ പട്ടാളി മക്കൾ കക്ഷിയെ BJP കൂടെ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ സ്വാധീനമുള്ള മറ്റ് സമുദായങ്ങളെ മുഴുവൻ, ഇപ്പോൾ ദിവാകരൻ എന്ന് പറയുന്ന ജയലളിതയുടെ ഏറ്റവും അടുത്ത ആളായിരുന്ന ദിവാകരനെ കൂടെ നിർത്തുന്നതോടുകൂടി ദിവാകരൻ്റെ തേവർ സമുദായത്തെ കൂടെ നിർത്താൻ വേണ്ടി BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ L മുരുകനെ പോലുള്ള, പൊൻ രാധാകൃഷ്ണനെ പോലുള്ള ഏറ്റവും ബാക്ക്വേർഡ് കാസ്റ്റിൽപ്പെട്ട ആളുകളെ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കുന്നതോടുകൂടി ബാക്ക്വേർഡ് കാസ്റ്റിൻ്റെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടി BJP ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഗൗഡർ സമുദായത്തിൽപ്പെട്ട ആളാണ് അണ്ണാമലൈ. അപ്പോൾ അങ്ങനെ എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് മികച്ച സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താൻ വേണ്ടി BJPക്ക് സാധിച്ചിട്ടുണ്ട്. 23 സീറ്റിൽ BJP നേരിട്ട് മത്സരിക്കുന്നു. മറ്റിടങ്ങളിൽ മറ്റ് ചെറിയ പാർട്ടികൾക്കും ഇടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറാൻ വേണ്ടി BJP ആഗ്രഹിക്കുന്നു. DMKക്കെതിരെ വലിയ ഫൈറ്റ്, DMKയുടെ മന്ത്രിസഭയിൽ പെട്ടിട്ടുള്ള അവിടുത്തെ ധനകാര്യമന്ത്രിക്കെതിരെ വലിയ അഴിമതി ആരോപണം ഉന്നയിക്കാനും ധനകാര്യമന്ത്രിയെ രാജിവെപ്പിക്കാനും ഒക്കെ സാധിച്ച ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ് അണ്ണാമലൈ. അല്ലെങ്കിൽ അണ്ണാമലൈ എഫക്റ്റ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ ഉറപ്പിക്കുന്നുണ്ട്. ഏതായാലും അണ്ണാമലൈ ഈ DMKയുമായി ഫൈറ്റ് നടത്തുമ്പോൾ കഴിഞ്ഞ തവണ CPM മത്സരിച്ച മണ്ഡലമാണ് കോയമ്പത്തൂർ. ആ കോയമ്പത്തൂരിൽ DMK ആ മണ്ഡലം ഏറ്റെടുക്കുന്നത് തന്നെ അണ്ണാമലയുമായി ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അണ്ണാമലയും DMKയും തമ്മിൽ നടക്കുന്ന ഫൈറ്റിൻ്റെ ഒരു നേർസാക്ഷ്യം നമുക്ക് കോയമ്പത്തൂരിൽ കാണാൻ പറ്റി. ഇത് ഞാൻ റാൻഡമായി സെലക്ട് ചെയ്ത ഒരു ആൾക്കൂട്ടമാണ്. കാരണം ഇത് നമ്മൾ കടന്നു പോകുന്ന വഴിയിൽ ഇവിടെ ആൾക്കാർ എക്സസൈസ് ചെയ്യുമ്പോൾ അവർക്കിടയിലേക്ക് വന്നതാണ്. അവരോട് നേരത്തെ സംസാരിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അവരിൽ നിന്ന് കേൾക്കുന്നത്, അവർ വളരെ റാൻഡമായിട്ട് പറയുന്നത് പോലും ഈ അണ്ണാമല എന്ന് പറയുന്ന ആൾ അദ്ദേഹം പാർട്ടിക്ക് അപ്പുറത്തേക്ക് ഒരു എഫക്റ്റ് കോയമ്പത്തൂരിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ മാറ്റം തമിഴ്നാട്ടിൽ ഉണ്ടാവും, അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ ഉണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അണ്ണാമലൈ എഫക്റ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അണ്ണാമലൈ എഫക്റ്റ് തമിഴ്നാട്ടിൽ ഉണ്ട്. ആ
എഫക്റ്റ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ഉണ്ടാകുമോ, തമിഴ്നാട്ടിൽ മൊത്തം ഉണ്ടാകുമോ, അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ മാത്രമായിട്ട് ഒതുങ്ങുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും നരേന്ദ്രമോദി പലതവണ തമിഴ്നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. സൗത്ത് ഇന്ത്യയിലെ 130 സീറ്റിൽ 80 സീറ്റ് പിടിക്കുമെന്നൊക്കെ BJP പറയുന്നുണ്ട്. അപ്പോൾ ഒരു 5 സീറ്റെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നീലഗിരിയിൽ എൽ മുരുകൻ മത്സരിക്കുന്നുണ്ട്, ചെന്നൈയിൽ സൗന്ദരരാജ് മത്സരിക്കുന്നുണ്ട്, അതുപോലെ പ്രമുഖരായ അപ്പൻ രാധാകൃഷ്ണൻ മത്സരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രമുഖരായ BJP നേതാക്കളെ മുഴുവൻ കളത്തിലിറക്കിക്കൊണ്ട് BJP കളം പിടിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും DMKയുടെ ദ്രാവിഡ രാഷ്ട്രീയത്തോട് എങ്ങനെയാണ് ഏറ്റുമുട്ടുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷേ പ്രതിപക്ഷത്തിനുള്ള ആകെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ളൊരു സാധ്യതയാണ്. കാരണം DMK അവരുടെ മുന്നണി ശക്തിപ്പെടുത്തിയപ്പോൾ BJP AIDMKയിൽ നിന്ന് വേർപെട്ടതോടുകൂടി പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുമാത്രമാണ് BJPക്കും പ്രതിപക്ഷ പാർട്ടികൾക്കുമുള്ള ഒരു ശരി, ഇപ്പോൾ ശരി